നമസ്കാരം. ദീർഘത്തിലേക്ക് സ്വാഗതം. ജപ്പാനിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിനു ശേഷമുള്ള സാഹചര്യം, മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാൻ പിന്തുണയുള്ള സേനകളും തമ്മിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷം, പ്രസിഡന്റ് സെലൻസ്കി ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചകൾ എന്നിവയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജപ്പാനിലെ നിലവിലെ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ജപ്പാനിൽ ഉണ്ടായ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് 100-ലധികം തുടർചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂചലനത്തിൽ ഇതുവരെ 13 പേർ മരിച്ചതായാണ് വിവരം. മേഖലയിൽ ഇപ്പോഴും പ്രകമ്പനങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അധികൃതർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ 7.0 തീവ്രതയുള്ള തുടർചലനങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഭൗമശാസ്ത്ര വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ആദ്യമുണ്ടായ ഭൂചലനത്തിൽ കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും വ്യാപകമായി വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു. ഇത് രക്ഷാപ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനും ഒറ്റപ്പെട്ടവരെ സഹായിക്കാനും രക്ഷാപ്രവർത്തകർ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടർച്ചയായുണ്ടാകുന്ന പ്രകമ്പനങ്ങൾ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നുണ്ട്. കൂടുതൽ ശക്തമായ തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. നിലവിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന നൽകുന്നതെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ സർക്കാർ വിലയിരുത്തി വരികയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ളവർ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും തകർന്ന കെട്ടിടങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നും സാഹചര്യം വഷളായാൽ ഒഴിപ്പിക്കലിന് തയ്യാറായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ജപ്പാനിലെ ദുരന്തനിവാരണ സേനയുടെ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷകരും സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. കൂടുതൽ വാർത്തകൾക്കായി ദീർഘത്തിനൊപ്പം തുടരുക. ഇറാഖിൽ പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങൾക്കെതിരെ അമേരിക്കൻ സേനയുമായി ചേർന്ന് സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സൈനിക നടപടി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കും സൗദിയുടെ നിർണായകമായ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും നേരെ ഈ സംഘങ്ങൾ തുടർച്ചയായി ആക്രമണം നടത്തുന്നതായി US സെൻട്രൽ കമാൻഡ് റിപ്പോർട്ട് ചെയ്തു. BBCയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഈ സംഘങ്ങൾ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന ലോഞ്ച് സൈറ്റുകളും കമാൻഡ് സെന്ററുകളും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംയുക്ത ഓപ്പറേഷൻ നടത്തിയത്. മേഖലയിലെ സ്ഥിരത ഉറപ്പാക്കാനും ആഗോള ഊർജ്ജ വിതരണത്തിന്റെ സുരക്ഷ സംരക്ഷിക്കാനും ഈ നടപടി അനിവാര്യമാണെന്ന് ഇരുരാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. സായുധ സംഘങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം സൗദി അറേബ്യയുടെ സൈനിക നയത്തിലെ വലിയൊരു മാറ്റമായാണ് ഈ നടപടിയെ വിലയിരുത്തുന്നത്. അതിർത്തിയിലെ ഭീഷണികളെ നേരിടുന്നതിൽ സൗദി നേരിട്ട് ഇടപെടുന്നു എന്നതിന്റെ സൂചനയാണിത്. ഗൾഫ് മേഖലയിലെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ റിയാദും വാഷിംഗ്ടണും തമ്മിലുള്ള സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തമാകുന്നതായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. തുടർച്ചയായ സുരക്ഷാ പ്രതിസന്ധികൾക്കിടയിൽ മേഖലയിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ സൈനിക നിരീക്ഷകർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുവരികയാണ്. ധഡ്രതിനു വേണ്ടി റിപ്പോർട്ട്. ഹജ്ജ്, ഉംറ തീർത്ഥാടകർ വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടരുന്നത് റിപ്പോർട്ട് ചെയ്യാത്ത സർവീസ് കമ്പനികൾക്കെതിരെ 1,00,000 സൗദി റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് സൗദി പബ്ലിക് സെക്യൂരിറ്റി അറിയിച്ചു. സൗദി ഗസറ്റിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ താമസതിർത്തി സുരക്ഷാ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. തീർത്ഥാടകരുടെ വിസ കാലാവധി അവസാനിച്ചതിനു ശേഷവും അവർ രാജ്യത്ത് തുടരുന്നത് അധികൃതരെ അറിയിക്കാൻ വൈകുന്ന സ്ഥാപനങ്ങൾക്കാണ് ഈ പിഴ ബാധകമാകുകയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ പിഴത്തുക ഓരോ നിയമലംഘകന്റെയും എണ്ണത്തിനനുസരിച്ച് വർദ്ധിക്കുമെന്നതാണ് ഇതിലെ പ്രധാന പ്രത്യേകത. അതായത് ഒരു കമ്പനിക്ക് കീഴിൽ എത്ര നിയമലംഘകർ ഉണ്ടോ അത്രയും തവണ 1,00,000 റിയാൽ വീതം പിഴ ഈടാക്കും. തീർത്ഥാടന വിസ സംവിധാനത്തിന്റെ സുതാര്യത ഉറപ്പാക്കാനും തിരക്കേറിയ സീസണുകളിൽ സന്ദർശകരുടെ വരവ് നിയന്ത്രിക്കാനുമുള്ള വിപുലമായ നടപടികളുടെ ഭാഗമാണിത്. ഇതിനൊപ്പം താമസത്തൊഴിൽ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്ന് പബ്ലിക് സെക്യൂരിറ്റി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. മക്ക, മദീന, റിയാദ്, കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിൽ ഉള്ളവർ 911 എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളവർ 999 എന്ന നമ്പറിലും ബന്ധപ്പെടണം. വിവരങ്ങൾ നൽകുന്നവരുടെ പേരുവിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിക്കുമെന്നും ഇവർക്ക് നിയമപരമായ യാതൊരു ബാധ്യതയും ഉണ്ടാകില്ലെന്നും അധികൃതർ ഉറപ്പു നൽകി. ധഡ്രതിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. അൽ ജബൽ അൽ അക്തറിലെ പുതുതായി നവീകരിച്ച റോഡിന്റെ 8 കിലോമീറ്റർ ഭാഗം ഗതാഗത, വാർത്താവിനിമയ, വിവരസാങ്കേതിക മന്ത്രാലയം ഔദ്യോഗികമായി തുറന്നുകൊടുത്തു. ഈ മേഖലയിലെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും മലനിരകളിലൂടെ യാത്ര ചെയ്യുന്ന താമസക്കാർക്കും സന്ദർശകർക്കും സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുന്നതിനുമായാണ് ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതി നടപ്പിലാക്കിയത്. ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം സുൽത്താനേറ്റിലെ ഗതാഗത ശൃംഖല ആധുനികവൽക്കരിക്കുന്നതിന്റെയും അൽ ദഖിലിയ ഗവർണറേറ്റിലെ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്.
അൽ ജബൽ അൽ അക്തർ മലനിരകളുടെ ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മികച്ച എഞ്ചിനീയറിംഗ് നിലവാരത്തിലാണ് ഈ റോഡ് നവീകരിച്ചിരിക്കുന്നത്. ദേശീയ വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനമായ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സർക്കാർ നൽകുന്ന തുടർച്ചയായ ശ്രദ്ധയാണ് ഈ പദ്ധതിയെന്ന് അധികൃതർ വ്യക്തമാക്കി. ഈ പ്രധാന യാത്രാപാതകൾ വികസിപ്പിക്കുന്നതിലൂടെ യാത്രാസമയം കുറയ്ക്കാനും മേഖലയിലെ ടൂറിസം, ലോജിസ്റ്റിക്സ് മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്താനും മന്ത്രാലയത്തിന് സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കർശനമായ സുരക്ഷാ പരിശോധനകൾക്കും ഗുണനിലവാര വിലയിരുത്തലുകൾക്കും ശേഷമാണ് 8 കിലോമീറ്റർ വരുന്ന ഈ ഭാഗം ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. മന്ത്രാലയത്തിന്റെ ദീർഘകാല തന്ത്രപരമായ പദ്ധതിയുടെ ഭാഗമായി റോഡ് നവീകരണത്തിന്റെ കൂടുതൽ ഘട്ടങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് ജെറിഹത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ നടത്തുന്ന അക്രമങ്ങൾ വർദ്ധിച്ചുവരുന്നതിൽ കാനഡ ഔദ്യോഗികമായി അപലപിച്ചു. മേഖലയിലെ എല്ലാവിധ കുടിയേറ്റ വിപുലീകരണങ്ങളും ഉടൻ നിർത്തിവെക്കണമെന്നും കാനഡ ആവശ്യപ്പെട്ടു. Q&A റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലാണ് കനേഡിയൻ സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. മേഖലയിലെ വഷളായിക്കൊണ്ടിരിക്കുന്ന സുരക്ഷാ സാഹചര്യത്തിലും കുടിയേറ്റ പ്രവർത്തനങ്ങൾ പ്രാദേശിക സ്ഥിരതയെ എങ്ങനെ ബാധിക്കുന്നു എന്നതിലും കാനഡ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. 2 രാഷ്ട്രങ്ങൾ എന്ന പരിഹാരത്തിന് കുടിയേറ്റങ്ങളുടെ തുടർച്ചയായ വിപുലീകരണം വലിയൊരു തടസ്സമാണെന്നും ശാശ്വതമായ സമാധാനത്തിനുള്ള സാധ്യതകളെ ഇത് ഇല്ലാതാക്കുന്നുവെന്നും ഒട്ടാവ ചൂണ്ടിക്കാട്ടി. അധിനിവേശ പ്രദേശങ്ങളുടെ പദവിയുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കണമെന്നും സംയമനം പാലിക്കണമെന്നും ആഗോളതലത്തിൽ ഉയരുന്ന ആവശ്യങ്ങൾക്കൊപ്പമാണ് കാനഡയും നിലയുറപ്പിച്ചിരിക്കുന്നത്. കുടിയേറ്റക്കാരുടെ അക്രമങ്ങൾ സംബന്ധിച്ച നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കാനഡയുടെ ഈ നയതന്ത്ര ഇടപെടൽ. കുടിയേറ്റ വിപുലീകരണ നയങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നതിലൂടെ അന്താരാഷ്ട്ര നിയമപ്രകാരം ഇത്തരം കുടിയേറ്റങ്ങൾ നിയമവിരുദ്ധമാണെന്ന ആഗോള സമവായത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത കാനഡ വീണ്ടും ഉറപ്പിക്കുകയാണ്. നിലവിലെ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന മാനുഷികവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതങ്ങളിൽ ഒട്ടാവയ്ക്കുള്ള ആശങ്ക പ്രസ്താവനയിൽ വ്യക്തമാണ്. മേഖലയിൽ സംഘർഷം കുറയുമോ അതോ സ്ഥിതി കൂടുതൽ വഷളാകുമോ എന്ന് അന്താരാഷ്ട്ര സമൂഹം അതീവ ശ്രദ്ധയോടെ നിരീക്ഷിച്ചുവരികയാണ്. വേണ്ടി ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ നടന്ന മിസൈൽ ആക്രമണത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിൽ സംഘർഷം രൂക്ഷമായി. ഇതിന് മറുപടിയായി സഖ്യസേന തിരിച്ചടി ആരംഭിച്ചു. അമേരിക്കൻ സൈനികർ താമസിക്കുന്ന കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ മേഖലയിലെ സംഘർഷം കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകളുടെ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും സൗദി നേതൃത്വത്തിലുള്ള സഖ്യസേനയും സംയുക്തമായി ആക്രമണം നടത്തി. ആക്രമണം നടത്തിയ ഗ്രൂപ്പുകളുടെ പ്രവർത്തനശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിരോധ നടപടിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. മിലിഷ്യകളുടെ കമാൻഡ് സെന്ററുകളും ലോജിസ്റ്റിക് കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഇത് ലെവന്റ്, പേർഷ്യൻ ഗൾഫ് മേഖലകളിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. നിലവിലെ നിഴൽയുദ്ധം അപകടകരമായ രീതിയിൽ വർദ്ധിച്ചതായി അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. നാശനഷ്ടങ്ങളെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ലെങ്കിലും ഇരുപക്ഷവും സൈനിക വിന്യാസം ശക്തമാക്കിയത് അതീവ ജാഗ്രതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ സാഹചര്യം കൂടുതൽ വഷളാക്കാതിരിക്കാൻ സംയമനം പാലിക്കണമെന്ന് ലോകനേതാക്കൾ ആവശ്യപ്പെട്ടു. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ സജീവമായി തുടരുകയാണ്. വേണ്ടി യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി വൈറ്റ് ഹൌസിൽ വെച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ച തന്റെ രാജ്യത്തിന്റെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിലെ ക്രിയാത്മകമായ ചുവടുവയ്പ്പാണെന്ന് വിശേഷിപ്പിച്ചു. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം യുക്രൈനിൽ വെച്ച് തന്നെ പാട്രിയറ്റ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകൾ നിർമ്മിക്കുന്നതിനുള്ള ലൈസൻസിംഗ് കരാറുകളെക്കുറിച്ചാണ് പ്രധാനമായും ചർച്ചകൾ നടന്നത്. തുടർച്ചയായ വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനുള്ള യുക്രൈന്റെ തന്ത്രത്തിൽ പാട്രിയറ്റ് സംവിധാനം നിർണായകമാണ്. അതിനാൽ ഇന്റർസെപ്റ്റർ മിസൈലുകൾക്കായി പ്രാദേശിക വിതരണ ശൃംഖല ഉറപ്പാക്കുന്നത് രാജ്യത്തിന്റെ സൈനിക ലോജിസ്റ്റിക്സിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. സിവിൽ കേന്ദ്രങ്ങളെയും ഊർജ്ജ ശൃംഖലകളെയും മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ മെച്ചപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി ആവശ്യമാണെന്ന് സെലൻസ്കി കൂടിക്കാഴ്ചയിൽ ഊന്നിപ്പറഞ്ഞു. കരാറുകളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വൈറ്റ് ഹൌസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വാഷിംഗ്ടണും കീവും തമ്മിലുള്ള ദീർഘകാല സുരക്ഷാ സഹകരണത്തിന് ഈ കൂടിക്കാഴ്ച ഊന്നൽ നൽകുന്നു. ഇത്തരത്തിൽ ആയുധങ്ങൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നത് അന്താരാഷ്ട്ര സഹായങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്നാൽ അത്യാധുനിക ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വെല്ലുവിളികൾ ഇപ്പോഴും വലിയൊരു തടസ്സമായി തുടരുന്നുണ്ട്. ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. നിർദ്ദിഷ്ട നിർമ്മാണ ലൈസൻസുകളുടെ പ്രായോഗികത പരിശോധിക്കുന്നതിനായി വരും ആഴ്ചകളിൽ കൂടുതൽ സാങ്കേതിക ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേണ്ടി ഇന്നത്തെ ആഗോള വാർത്തകളുടെ ഈ കൃത്യമായ അപ്ഡേറ്റിലേക്ക് സ്വാഗതം.
സംഭവങ്ങൾ നടക്കുന്ന മുറയ്ക്ക് വസ്തുതകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് കൃത്യത ഉറപ്പാക്കുന്നു.